അതൊക്കെ ഹോബീസാണ്, ഇഷ്ടമാണ്. സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എന്തോരം ഇങ്ങനെയുള്ള കിസത്ത പണികളൊക്കെ ചെയ്യാറുണ്ട്. ആര്യ ആൽബംസും ഡിവോഷണൽ സോങ്സ് അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. കുറേ ഡിവോഷണൽ ആൽബംസ് ഒക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് പറയാനുള്ളത്, ഇന്നലെ കോളേജിൽ എനിക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ സപ്പോർട്ട് എൻ്റെ കോളേജ് തന്നെയാണ്. ഞാനിപ്പോൾ ധനുവച്ചപുരം VTMNSS കോളേജിലാണ്. എല്ലാവരും വളരെ, ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ടൊരു വലിയ ഗ്രാൻഡ് ഒരു ഫങ്ഷൻ തന്നെയായിരുന്നു. അതിൽ നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫ് പത്മജ ടീച്ചറായിരുന്നു എനിക്ക് അനുമോദനം തരാൻ വേണ്ടിയിട്ട് എത്തിയത്. അങ്ങനെ ഇന്നലെ ടീച്ചർ എഴുതിയ MG രാധാകൃഷ്ണൻ സാറ് സംഗീതം ചെയ്ത ഒരു പാട്ട് ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒന്ന് പാടി കേട്ടാൽ കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇതുപോലെ ടീച്ചറിൻ്റെ ഒരു പാട്ട് ഞാൻ അങ്ങനെ പാടുകയുണ്ടായി ഇന്നലെ വേദിയിൽ. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ടീച്ചറിനോടും അങ്ങനെ ഒരു അവസരം തന്ന ടീച്ചറിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. നന്ദി മാത്രമല്ല, ടീച്ചറിന് TV-ൽ കൂടെയും ടീച്ചറിന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാ പാട്ട്. പിന്നെ എൻ്റെ കോളേജിൻ്റെ എല്ലാ ടീച്ചേഴ്സിനും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, എസ്പെഷ്യലി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഷീല മാമും സുഭാഷ് സാറും എല്ലാവരും ഭയങ്കര, ഉഷ ടീച്ചർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മളുടെ കൂടെ തന്നെ സജീവം. രണ്ടുപേരുടെയും ഈ ഒരു സക്സസിന് പിന്നിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ബെസേലിയസ് സ്ഥിരം അവർക്ക് കിട്ടുന്നതാണ്. മാറിവാനിയസ്, ബെസേലിയസ് അവരൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നവരാണ്. പക്ഷേ എൻ്റെ കോളേജിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിജയം. അതിൻ്റെതായ ഒരു സന്തോഷ പ്രകടനം ഉണ്ടായിരുന്നു ഇന്നലെ. ലളിതഗാനം മറക്കണ്ട. ലളിതഗാനം ഇപ്പം യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഞാനിപ്പോൾ പാടിയതെന്ന് വെച്ചാൽ അതും ഒരു വല്ലാത്ത ഭാഗ്യം പോലെ തന്നെ. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻറ്ററിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ജയദാസ് സാറ്, ഞങ്ങൾ ഇതുപോലെ 2-3 വർഷങ്ങളായിട്ട് ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് ഞാനൊരു പാർട്ടിസിപ്പൻ്റാണ് കേരള യൂണിവേഴ്സിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ ജയദാസ് സാറ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയദാസ് സാറ് ബസ്സിൽ ഇങ്ങനെ വെറുതെ തമാശയ്ക്ക് കുറിച്ച വരികൾക്ക് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ വലിയശാല രാജു സാറാണ്. അപ്പം സാർ ഇതുപോലെ ബസ്സിൽ വെച്ച് തന്നെ ടൂണിട്ട് വെറുതെ എനിക്ക് പറഞ്ഞു തന്ന 4 വരികൾ ഞാൻ പാടി കേൾക്കാൻ സുഖം ഉണ്ടായതുകൊണ്ട് ആ പാട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പാടിയ പാട്ടാണ് ഇത്തവണ യൂത്ത് ഫെസ്റ്റിവലിൽ ലൈറ്റ് മ്യൂസിക്കിന് ഞാൻ പാടി പ്രൈസ് കിട്ടിയത്. അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ലളിതഗാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് MG രാധാകൃഷ്ണൻ സാറിന്റെ മുഖം തന്നെയാണ്. അപ്പോൾ സാറിന്റെ ആ പാട്ട് ഇന്നലെ പാടാൻ പറ്റിയ പാട്ട് ഞാൻ ഇന്ന് ഈ വേദിയിലും കൂടെ. ഒരു മാത്ര ഞാനൊന്ന് കണ്ടേയുള്ളൂ, മനതാരിലാ മുഖം പതിഞ്ഞു പോയി. ഒരു മാത്ര ഞാനൊന്ന് കണ്ടേയുള്ളൂ, മനതാരിലാ മുഖം പതിഞ്ഞു പോയി. ഒരു നേരം ഞാനൊന്ന് കേട്ടേയുള്ളൂ, മധുരമാം സ്വരമെന്നിൽ ലയിച്ചു പോയി. ഒരു മാത്ര ഞാനൊന്ന് കണ്ടേയുള്ളൂ, മനതാരിലാ മുഖം പതിഞ്ഞു പോയി. ടീച്ചറിന്റെ ടീച്ചർ തന്നെ ഇങ്ങനെ ഒരു പറയുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട് പാട്ട് എങ്ങനെ കേട്ടാ കൊള്ളാന്ന്. പാടി കഴിഞ്ഞപ്പോ ടീച്ചർ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ടീച്ചർ തന്നെ വേറൊരു കുട്ടിയെ കൊണ്ട് ഞാൻ പാടുന്ന വീഡിയോ പിടിച്ചിട്ട് ടീച്ചർ കൊണ്ടുപോവുകയൊക്കെ ഉണ്ടായി. പിന്നെ ടീച്ചർ പറഞ്ഞു, സാർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആയിരിക്കും എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടിയേനെ എന്ന്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ ടീച്ചറിനെ നല്ലൊരു നർത്തകിയാണ്, ചിത്രകാരിയാണ്, എല്ലാ സർവകലാവല്ലഭയാണ് ടീച്ചർ, നല്ലൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഇതുപോലെ മനോഹരമായ ടീച്ചറിൻ്റെ വരികൾ പാടാൻ, ടീച്ചറിൻ്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിട്ട്. അർജുൻ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന, ഇപ്പോൾ ആൺകുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഒരേ സമയം നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുമെങ്കിൽ പോലും കുറച്ച് ആൾക്കാരെങ്കിലും മറ്റൊരു രീതിയിൽ ഇപ്പോൾ ഡാൻസർ, ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇതുപോലെ നമ്മൾ ഒരുപാട് എഫേർട്ട് കൊടുത്ത് ക്ലാസിക്കൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഇപ്പോൾ കൂട്ടുകാർ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്യേണ്ട രീതിയിലാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങനെ ആരും ഒന്നും പറയാറില്ല. പിന്നെ
ആധികാരികമായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. എന്നെ പഠിപ്പിക്കുന്ന മാഷും അങ്ങനെയുള്ള ഒരു മാഷാണ്. എൻ്റെ മാഷിൻ്റെ വൈഫ് ജിഷ രാഘവ് കലാക്ഷേത്രയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ CV ചന്ദ്ര സാറിൻ്റെ അടുത്താണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡാൻസ് പെർഫോമറാണ്. അപ്പോൾ ടീച്ചറൊക്കെ എനിക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസോ അങ്ങനെ ഒരു പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചലച്ചിത്ര താരം വിനീതൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഡാൻസറാണ്, പക്ഷെ നല്ലൊരു ആക്ടർ. വിനീത് സാറ്, കമൽഹാസൻ സാർ, ഇവരൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. അവർ കമൽഹാസൻ സാറൊക്കെ എനിക്കങ്ങനെ അഭിപ്രായം ഉണ്ടെന്നല്ല കേട്ടോ, ഞാൻ അത്തരത്തിൽ അല്ല അങ്ങനെ ഒരുപാടുണ്ട് പ്രശ്നം, ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അപ്പോൾ നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ എന്തായാലും എനിക്കങ്ങനെ ഒരു എന്താണ് ഇപ്പോൾ അർജുൻ ഭാവി പരിപാടി എന്താണ്? ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ പഠനം അക്കാഡമിക് സൈഡാണോ അതോ കലാപരമായിട്ടുള്ള രീതിയിൽ? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ അതേപോലെ ജോലി കിട്ടിയതിന് ശേഷം ഇല്ല എനിക്ക് ഇനി കച്ചേരി ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ തന്നെ 2 കച്ചേരി ചെയ്ത് കഴിഞ്ഞു. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത സാറും ടീച്ചറുമാണ്. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പോഴും എന്നെ ഇവിടെ കൊണ്ടുവന്നത് അച്ഛൻ തന്നെയാണ്. എല്ലാവരുടെയും കൊണ്ടുവന്നു വിളിച്ചുകൊണ്ട് വരുന്ന അച്ഛൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ കച്ചേരി ചെയ്യാൻ താല്പര്യമുണ്ട്. പെർഫോമൻസ് എന്തായാലും നിർത്തത്തില്ല, ഇനിയും കൊണ്ടുപോകും. തീർച്ചയായും. ആ ഒരു നമുക്ക് പൊതുവെ ഈ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നവരെ പറ്റിയിട്ട് പറയുന്ന ഒരു ക്രിറ്റിസിസമാണ് അവർ 10 മിനിറ്റ് അതിനു വേണ്ടി പഠിച്ചിട്ട് അതെ ക്യാപ്സ്യൂൾ പരുവത്തിൽ പഠിച്ചിട്ട് പിന്നീട് അത് ഉപേക്ഷിക്കുന്നുള്ളത്. പക്ഷെ ഒരു കലാകാരൻ ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് വലിയൊരു കലാപ്രതിഭയ്ക്കോ അല്ലെങ്കിൽ പ്രൈസിനോ വേണ്ടി പഠിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര പാഷനാണ് എൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇനിയും എത്ര നാളും എൻ്റെ സാറും ടീച്ചറും എത്ര നാൾ എന്നെ പഠിപ്പിക്കുന്നു അതുവരെ ഞാൻ പഠിക്കും. ആര്യ, അപ്പോൾ ആര്യയുടെ ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയും പദ്ധതികൾ പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് പിന്നീട് സംഗീതത്തിലും നൃത്തത്തിലും ചിത്രരചനയിലും എല്ലാം വീണ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒക്കെ എല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോഴ്സ് ഇപ്പോൾ കഴിയാറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ആണ്. നമ്മളുടെ ഈ ഒരു ആർക്കസ്ട്ര എന്നുള്ള സെഗ്മെന്റിന് അനുവദിച്ചിട്ടുള്ള സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു പാട്ട് ഒരു 2-3 വരെയും കൂടെ. എനിക്ക് അതിന് മുന്നേ എനിക്ക് ഒരാളെ ഞാൻ വിട്ടുപോയി. എൻ്റെ എല്ലാ വർഷവും കാരണം എന്ന് വെച്ചാൽ ഹൈസ്കൂൾ മുതൽ എനിക്ക് കഥാപ്രസംഗത്തിനാണ് കൂടുതൽ പ്രൈസസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഥാപ്രസംഗം എന്നെ അന്ന് മുതൽ എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് എന്നെ കഥാപ്രസംഗം പഠിപ്പിക്കുന്നത് നരിക്കൽ രാജീവ് കുമാർ സാറാണ്. സാറിനും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇത്തവണ യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക് പാടിയ പാട്ടിൻ്റെ 2 വരി പാടി അവസാനിപ്പിക്കാം. ജന്മജന്മാന്തര സുകൃതമായി രാധിക യമുനയിൽ കല്ലോലമായി എത്രയോ പൗർണമികൾ നിൻ തിരുദർശന എത്രയോ പൗർണമികൾ നിൻ തിരുദർശന സൗഭാഗ്യമണിയാൻ നിന്നു രാധാ വിധുരയായി നിൻ മനം തേടി വിരഹിയായ മനം തേങ്ങി ജന്മജന്മാന്തര സുകൃതമായി രാധിക യമുനയിൽ കല്ലോലമായി. 2
വളരെ നന്ദി ആര്യ, അർജുൻ രണ്ടുപേർക്കും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. ശരിക്കും രണ്ടുപേരുടെയും മുഖത്ത് ഉള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം മുഴുവൻ പ്രേക്ഷകരിലും ഉണ്ടാകും എന്ന് കരുതുന്നു. അതോടൊപ്പം രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ മേഖല ഒരേ സമയം പഠനത്തിലും അതുപോലെ തന്നെ കലാപരമായും വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി.